അസ്സലാമലൈക്കും. എൻ്റെ മകനാണ്. എൻ്റെ കുട്ടിക്ക് ക്യാൻസർ രോഗം വന്നിക്കണ്. ചികിത്സിക്കാൻ പൈസ ഇല്ല, മജ്ജ മാറ്റി വെക്കണം എന്നാണ് പറയുന്നത്. കഴിയുന്നവരെല്ലാവരും സഹായിക്കണം. അസ്സലാമു അലൈക്കും. ഫിറോസ് കുന്നംപറമ്പിലാണ്. വളരെ എമർജൻസി ആയിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള ഒരു രോഗിയുടെ കാര്യമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. മുഹമ്മദ് സബീലിന്റെ അവസ്ഥ അത്രക്കും മോശമാണ്. 4-ാം തീയതി മജ്ജ മാറ്റി വെക്കേണ്ട ഒരു രോഗി അസുഖം കൂടുതലായപ്പോ നാട്ടിൽ നിന്നും ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ ഇപ്പൊ ഉള്ളത് വെല്ലൂരാണ്. വെല്ലൂര് CMC ഹോസ്പിറ്റലിന്റെ മുന്നില് ഒരു ഫ്ളാറ്റ് എടുത്ത് അവിടെ നിർത്തിയിരിക്കുകയാണ്. ഏറ്റവും ഹൈ ലെവലിൽ നിൽക്കുകയാണ് ഇപ്പൊ പനി. എത്രയും പെട്ടെന്ന് ഇദ്ദേഹത്തെ ഇപ്പൊ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം. ഈ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഈ നിമിഷം ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ്. ഇതാണ് അദ്ദേഹത്തിന്റെ കണ്ടീഷൻ. അത്രയ്ക്കും സീരിയസ് ആണ്. 4-ാം തീയതിയാണ് മജ്ജ മാറ്റി വെക്കാനുള്ള ഡേറ്റ് കൊടുത്തിട്ടുള്ളത്. കയ്യിൽ പൈസ ഇല്ലാതെ മകന്റെ അവസ്ഥ ഇത്രയും സീരിയസ് ആയപ്പോ പടച്ചവൻ എന്തെങ്കിലും വഴി കാണിച്ചു തരും എന്ന് മനസ്സിൽ ഉറപ്പിച്ച് ഈ മകനെയുമായിട്ട് വെല്ലൂർ ആശുപത്രിയിലെ അതിന്റെ മുന്നിലുള്ള ഈ ഫ്ളാറ്റിൽ വന്ന് താമസിക്കണം. 4-ാം തീയതി മജ്ജ മാറ്റി വെക്കേണ്ടതാണ്. 10 ലക്ഷം രൂപ ഇരിക്കുന്ന ഇവരുടെ സ്ഥലം വിട്ടിട്ട് അതും കൊണ്ടുവന്ന് ഇവിടെ അടച്ചിട്ടുണ്ട്. ബാക്കി 20 ലക്ഷം രൂപ കണ്ടെത്തേണ്ട ഒരു ആവശ്യമുണ്ട്. ഇദ്ദേഹം സൗദി അറേബ്യയിൽ ജോലി ചെയ്തിരുന്ന ഒരു പ്രവാസിയാണ്. 4.5 വർഷക്കാലം സൗദി അറേബ്യയിൽ എവിടെയായിരുന്നു? അബഹയിലായിരുന്നു. അങ്ങനെ വിവാഹം കഴിക്കാൻ വേണ്ടി നാട്ടിൽ വന്നു. അദ്ദേഹത്തിന്റെ കല്യാണം കഴിഞ്ഞ് ഇദ്ദേഹത്തിന്റെ ഭാര്യയാണ് എന്റെ അടുത്ത് നിൽക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. കല്യാണം കഴിഞ്ഞ് 10 ദിവസം ഭാര്യയുടെ കൂടെ താമസിക്കാനുള്ള യോഗം ഉണ്ടാവുള്ളൂ. 10 ദിവസം കഴിഞ്ഞതും അദ്ദേഹത്തിന് പനി വന്നു. പിന്നീട് അസുഖം കൂടി. പിന്നെ നേരെ ആശുപത്രിയിലേക്ക് വന്ന് പിന്നെ ചികിത്സയും കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ ഓടുമായിരുന്നു. ഇവിടെ വന്നപ്പോ എത്രയും പെട്ടെന്ന് മജ്ജ മാറ്റി വെച്ചാല് അദ്ദേഹം രക്ഷപ്പെടും. അതല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന അറിയാത്തൊരു സാഹചര്യത്തിലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. കല്യാണം കഴിഞ്ഞ് 10 ദിവസം മാത്രം ഒരു ഭാര്യയുടെ കൂടെ താമസിക്കുക. ഇതൊരു ജീവന്റെ മാത്രം പ്രശ്നമല്ല. ഈ പെൺകുട്ടിയുടെ ജീവിതത്തിന്റെ കൂടി പ്രശ്നമാണ്. ആ കുട്ടിക്ക് ഒരു ജീവിതം ഉണ്ടാവണം. ഈ എന്റെ മുന്നിലിരിക്കുന്ന സബീലിന് ഒരു ജീവിതം ഉണ്ടാവണം. ഈ കുടുംബം സന്തോഷത്തോടെ ഇരിക്കണം. കഴിയുന്ന ആളുകളൊക്കെ സഹായിക്കും. എനിക്കറിയാം, 480 കിലോമീറ്റർ ഞാൻ ഓടിയിട്ട് ഈ പാതിരാത്രി ഞാൻ ഇവിടെ എത്തിയത് ഇദ്ദേഹത്തിന്റെ ആ ഒരു സീരിയസ് ആയിട്ടുള്ള അവസ്ഥ അറിഞ്ഞതുകൊണ്ടാണ്. ഞാൻ വിളിച്ചു ചോദിച്ചാൽ പറഞ്ഞത്, ഇദ്ദേഹത്തെ ഇനി ഇവിടെ നിന്ന് തിരിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ അസുഖം മാറ്റി ഇതിന്റെ സർജറി കഴിഞ്ഞ് കൊണ്ടുപോകണം, അതല്ലെങ്കിൽ ഇദ്ദേഹത്തെ നല്ല രീതിയിൽ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളൊരു സാഹചര്യമാണ്. ഒരു വഴിയില്ലാത്തത് കൊണ്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അബ്ദുള്ള കുട്ടിക്ക മുൻ തിരൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് കൂടിയാണ്. അത്രയ്ക്കും റിസ്ക് എടുത്തിട്ടാണ് നമ്മളിപ്പോ ഇവിടേക്ക് ഓടിയെത്തിയിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. കഴിയുന്ന ആളുകൾ സഹായിക്കണം. മലപ്പുറം ജില്ലയില് കുറ്റിപ്പുറമാണ് അല്ലെ? കുറ്റിപ്പുറത്ത് എവിടെ സ്ഥലം പറഞ്ഞത്? കുറ്റിപ്പുറം കുളക്കാടാണ് ഇവര് താമസിക്കുന്നത്. കഴിയുന്ന ആളുകളൊക്കെ സഹായിക്കണം. ഒരു പ്രവാസിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കുടുംബം നോക്കാൻ വേണ്ടിയിട്ട് ചെറുപ്പത്തിൽ തന്നെ പ്രവാസ ലോകത്തേക്ക് പോയി 4.5 വർഷം അവിടെ ജോലി ചെയ്ത് ഒരു വിവാഹം കഴിക്കാൻ വേണ്ടി നാട്ടിൽ വന്ന് വിവാഹം കഴിച്ച് 10 ദിവസം ഭാര്യയുടെ കൂടെ താമസിച്ചിട്ട് പിന്നെ ഈ മാരകമായ ക്യാൻസർ രോഗം പിടിവിട്ട് ഇപ്പൊ മജ്ജ മാറ്റി വെക്കേണ്ട ഒരു അവസ്ഥയിലാണ്. ഈ അസുഖം മാറിക്കഴിഞ്ഞാല്, ഈ മജ്ജ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ മോളോടൊത്തിട്ട് ഇദ്ദേഹത്തിന് സുഖമായിട്ട് അദ്ദേഹത്തിന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതിന് നിങ്ങൾ എല്ലാവരുടെയും സഹായം വേണം. 20 ലക്ഷം രൂപ കണ്ടെത്തണം. അതിനാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. കൈവിടരുത്. ഒരു അഭ്യർത്ഥനയാണ്. ഇവരുടെ അക്കൗണ്ട് നമ്പറും ഇവരുടെ ഫോൺ നമ്പറും ഇവരുടെ ഗൂഗിൾ പേ ഉണ്ടല്ലോ അല്ലെ? ഗൂഗിൾ പേ നമ്പറൊക്കെ ഞാൻ ഇതിന്റെ കൂടെ വെക്കുന്നുണ്ട്. കഴിയുന്ന ആളുകളൊക്കെ സഹായിക്കണം. അത്രയ്ക്ക് സീരിയസ് ആണ്. ഇതിന്റെ ഗൗരവം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഈ പാതിരാത്രി തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. കൈവിടരുതേ എന്നുള്ളൊരു അഭ്യർത്ഥനയാണ്. അസ്സലാമു അലൈക്കും.